ഭക്ഷണത്തിനായി പാത്രവും നീട്ടി നിൽക്കുന്ന ഗസയിലെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്ക് എങ്ങനെയാണ് ചോറ് തൊണ്ടയിൽ നിന്നിറങ്ങുക? തൻ്റെ 98ാം ജന്മദിനത്തിൽ ജന്മദിന ആശംസകളുമായി വീട്ടിൽ എത്തിയവരോട് പ്രശസ്ത എഴുത്തുകാരിയും നിരൂപകയുമായ മലയാളത്തിൻ്റെ സ്വന്തം ലീലാവതി ടീച്ചർ പറഞ്ഞ വാക്കുകളാണിത്. ലീലാവതി ടീച്ചർ മാത്രമല്ല, മനസാക്ഷി പണയം വെച്ചിട്ടില്ലാത്ത ആർക്കാണ് വിശന്നു മരിക്കുന്ന കുരുന്നുകളെ കണ്ടില്ല എന്ന് നടിക്കാനാവുക? ഗസയിൽ ഇതിനോടകം കൊല്ലപ്പെട്ടത് 20,000-ഓളം വരുന്ന കുഞ്ഞുങ്ങളാണ്. 100 കണക്കിന് പിഞ്ചോമനകളാണ് പട്ടിണി മൂലം ആ യുദ്ധഭൂമിയിൽ ചേതനയേറ്റു വീണത്. ഗർഭസ്ഥ ശിശുവിനോട് പോലും ക്രൂരത കാട്ടുന്ന ഗർഭിണികളായ സ്ത്രീകളെ പോലും കൂട്ടബലാത്സംഗം ചെയ്ത് പാരമ്പര്യമുള്ള ഹിന്ദുത്വവാദികൾ ലീലാവതി ടീച്ചർക്കെതിരെ ഇപ്പോൾ അഴിച്ചുവിട്ടിരിക്കുന്ന സൈബർ ആക്രമണത്തിൽ പ്രത്യേകിച്ച് ആശ്ചര്യങ്ങളൊന്നും തന്നെയില്ല. ഗസയിലെ കുഞ്ഞുങ്ങളുടെ മുഖത്തെ സ്വന്തം കുട്ടികളുടെ മുഖവുമായി താരതമ്യപ്പെടുത്തി നോക്കുവാൻ പോലും പറ്റാത്ത വിധത്തിൽ അപരവിദ്വേഷം അവരുടെ മനോനിലയെ അടിമുടി മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തിലെ എല്ലാ കുട്ടികളെയും താൻ കാണുന്നത് അമ്മയുടെ കണ്ണിലൂടെയാണ്. അതിന് മതത്തിൻ്റെയോ ജാതിയുടെയോ പശ്ചാത്തലമില്ല. തനിക്ക് നേരെ നടക്കുന്ന സംഘപരിവാർ സൈബർ ആക്രമണത്തിനോടുള്ള ടീച്ചറുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഗസയുമായി ബന്ധപ്പെട്ട നിലപാടിൽ മാറ്റമില്ല, എതിർപ്പുകളോട് വിരോധവുമില്ല. ജീവിതത്തിന്റെ തുടക്കം മുതൽ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും ലീലാവതി ടീച്ചർ കൂട്ടിച്ചേർത്തു. എഴുത്തുകാരി KR മീര, സേതു, മന്ത്രി ശിവൻകുട്ടി അടക്കം സാംസ്കാരിക പ്രമുഖർ ലീലാവതി ടീച്ചർക്ക് ഐക്യദാർഢ്യവുമായി രംഗത്തെത്തി.